ഇപ്പൊ ആരൊക്കെ നോക്കിയിട്ടും ഇറക്കി വിടാൻ പറ്റാത്ത അവസ്ഥയാ. ഓ, വന്നപ്പോഴേ ഏട്ടൻ അവരോട് കൂടുതൽ അടുപ്പമൊന്നും കാണിക്കണ്ടായിരുന്നു. ദേ, ഈ ചന്ദ്രസേനൻ ഒരാളോട് അടുപ്പം കാണിക്കുന്നത് സ്നേഹിക്കാനാണോ കൊല്ലാനാണോ എന്ന് ആർക്കും മനസ്സിലാവില്ല. പൂർണിമയെ പോലെ വിവരവും വിവേകമുള്ള ആൾക്കാര് കാര്യങ്ങൾ നോക്കുന്ന വീട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കൂ? അതിന് ആളുകൾക്ക് വിവരവും അറിവും കൂടുമ്പോഴാ പല അബദ്ധങ്ങളും കാണിക്കുന്നത്. ഇവരല്ലേ പുതിയ അതിഥികൾ? പൂർണിമ വിളിച്ചു കയറ്റി താമസിപ്പിച്ചിരിക്കുക. എന്നെ ഓർമ്മയില്ലേ? നമ്മളന്ന് അഷിതയുടെ കല്യാണ നിശ്ചയത്തിന് കണ്ടിരുന്നു. കൂട്ടിയിടിച്ചത് ഒന്ന് ഓർത്തു നോക്കിയേ. നമ്മൾ ഒരുപാട് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. അയ്യോ, ഞാനേ കല്യാണ പയ്യന്റെ അങ്കിള്, ഒരേ ഒരു അമ്മാവൻ ചന്ദ്രസേന. ഓർമ്മയുണ്ട്. ഈ പിള്ളേരുടെ കാര്യമാണോ ചന്ദ്രേ നീ പറഞ്ഞത്? ഇത് ഇത് നമ്മുടെ പിള്ളേരല്ലേ? ഇവർക്കൊരാവശ്യം വന്നപ്പോ സഹായിച്ചതിൽ ഒരു തെറ്റുമില്ല. പൂർണിമ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. ഞാൻ അപ്പോഴേ ഓർത്തു പൂർണിമ വേണ്ടാത്ത കാര്യമൊന്നും ചെയ്യില്ല എന്ന്. അങ്കിളിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം? വേണം മോളെ, നല്ല തണുത്ത് എന്തെങ്കിലും എടുത്തോ, നല്ല ദാഹമുണ്ട്. ശരി, എടുക്കാം. ഞാൻ ഇയാളെ നേരത്തെ കണ്ടിട്ടുണ്ട്. ഏട്ടമ്മ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ദാ വരുന്നു ചന്ദ്രേ, ഒരു മിനിറ്റ്. കിരണിനും ദുർഗയും കണ്ടില്ലേ? അവരുടെ കാര്യമാണ് ഞാൻ ഏട്ടനോട് പറഞ്ഞത്. അവരെനിക്ക് അറിയാവുന്നല്ലോ ചന്ദ്രേ, നിശ്ചയത്തിന് ഞാൻ കണ്ടതല്ലേ. നിശ്ചയത്തിന് വന്നപ്പോ കണ്ട ആൾക്കാരൊന്നും അല്ല അവരിപ്പോ. ഈ വീടിന്റെ സമാധാനം കളയുന്ന ജന്തുക്കളാ. നീ ഈ പറയുന്നതിലോ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് വെറും പാവം പിള്ളേരാ. ഇത് തന്നെയാ പ്രശ്നം. ഈ പാവത്തം കാണിച്ച അവര് പൂർണിമയെ പറ്റിച്ച് ഈ വീട്ടിൽ കയറിയത്. ഇപ്പൊ ആരൊക്കെ നോക്കിയിട്ടും ഇറക്കി വിടാൻ പറ്റാത്ത അവസ്ഥയാ. ഓ, വന്നപ്പോഴേ ഏട്ടൻ അവരോട് കൂടുതൽ അടുപ്പമൊന്നും കാണിക്കണ്ടായിരുന്നു. ഈ ചന്ദ്രസേനൻ ഒരാളോട് അടുപ്പം കാണിക്കുന്നത് സ്നേഹിക്കാനാണോ കൊല്ലാനാണോ എന്ന് ആർക്കും മനസ്സിലാവില്ല. നീ ധൈര്യമായിട്ടിരിക്കും ചന്ദ്രേ, ഞാൻ വന്നില്ലേ. ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. ഏട്ടനെ കണ്ടപ്പോഴേ എനിക്ക് പാതി ആശ്വാസമായി. എന്നെ ഏത് പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാനും ഏട്ടന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാ അത്യാവശ്യമായി ഏട്ടനോട് വരാൻ ഞാൻ പറഞ്ഞത്. നീ പേടിക്കണ ചന്ദ്രേ. എന്താ വേണ്ടത് ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് വേണ്ടത് ചെയ്യാം. അത് മതി. ഏട്ടനെ എനിക്ക് വിശ്വാസമാ. ഏതായാലും വന്നല്ലേ ഉള്ളൂ, കുറച്ച് സമയം റെസ്റ്റ് എടുക്ക്. ഞാൻ ഏട്ടന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ശരി. താങ്ക് യു. അഷിതയുടെ ചേച്ചിയാണല്ലേ ദുർഗ? അതെ. ഓ, നമ്മൾ തമ്മിലേ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? നിശ്ചയത്തിന് നമ്മളെ കണ്ടിരുന്നല്ലോ. അതല്ല, അല്ലാതെ എവിടെയോ വെച്ച് കണ്ടൊരു ഓർമ്മ. മോൾ എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാനൊരു ടീച്ചറാ. ആഹാ,
പിള്ളേരെ പഠിപ്പിക്കുന്ന ടീച്ചറാണോ ഇങ്ങനെയുള്ള മാതൃകകൾ കാണിക്കുന്നത്? അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞതാ. പ്രേമിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. ഞാനേ പ്രേമത്തിനെതിരൊന്നും അല്ല. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാ. നിങ്ങൾ തന്നെയാണ് കല്യാണം കഴിക്കേണ്ടതും. അത് നിങ്ങളായിട്ട് തന്നെ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ഇങ്ങനെയൊക്കെ ആവുമെന്ന് കരുതിയതല്ല. വേറെ വഴിയൊന്നും ഇല്ലാത്തോണ്ടാ ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. അതിലെന്താ? സ്നേഹിക്കുന്നവർ തമ്മിൽ കല്യാണം കഴിക്കണം. ഒന്നിച്ച് ജീവിക്കേണ്ടവർ നിങ്ങളാ. അപ്പോ നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെയാ പ്രാധാന്യം. അല്ല, ദുർഗമോൾ എന്താ ഒന്നും മിണ്ടാത്തെ? എടോ മിണ്ട്. ചന്ദ്രമതിയുടെ ചേട്ടനാന്ന് കരുതി ഞാൻ അവളെ പോലെ ഒന്നും അല്ല. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ദേ എന്നോട് പറയാം. പറ. ഇനി ഇവിടെ നിൽക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്റെ ഫാം ഹൗസിൽ താമസിക്കാം. കൈയെടുക്ക. രണ്ടുപേർക്കും വേണ്ട എല്ലാ സൗകര്യങ്ങളും ദേ ഞാൻ റെഡിയാക്കി തരും. ഇങ്ങനെ പറയാൻ തോന്നിയല്ലോ, അതിന് ഒരുപാട് നന്ദി. ഇവിടെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ചോദിച്ചോളാം. അത് മതി. എന്ത് കാര്യത്തിനും നിങ്ങൾ രണ്ടുപേരും എന്നെ വിളിക്കണം. ശരി. പൃഥ്വി, നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? അമ്മാവന്റെ അടുത്തേക്ക് ചെല്ലാൻ പാടില്ലായിരുന്നോ? എന്തിന്? ഏ, അമ്മാവന് കൂട്ടിന് അവിടെ കിരണും ദുർഗയും ഉണ്ടല്ലോ. കിരണും ദുർഗയോ? എന്തൊക്കെയാ നീ പറയുന്നേ? അതെ, അമ്മയ്ക്ക് സംശയം ഉണ്ടെങ്കിലേ പോയി നോക്ക്. അമ്മാവൻ അവിടെ കിരണോടും ദുർഗയോടും ചിരിച്ചു കളിച്ച് നടക്കാം. സത്യമാണോ നീ പറയുന്നേ? ഏട്ടനെ അവര് മയക്കെടുത്തോ? ആ, എനിക്കൊന്നും അറിയില്ല. ഏതായാലും എനിക്കൊരു കാര്യം ഉറപ്പായി, അമ്മാവനെ കൊണ്ടുവന്നത് കൊണ്ടൊന്നും അവരെ ഇവിടുന്ന് ഓടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ പോയാൽ മിക്കവാറും അവർക്ക് വേണ്ടി അമ്മാവൻ നമുക്കെതിരെ നിൽക്കുമെന്നാ തോന്നുന്നത്. ഇവരെങ്ങനെ ഈ ആൾക്കാരെ സോപ്പിട്ടെടുക്കുന്നതെന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആരെയൊക്കെ നോക്കിയാലും എന്തൊക്കെ ചെയ്താലും ഇനി അധിക നാൾ അവരിവിടെ വീട്ടിലുണ്ടാവില്ല. എന്താണ് ഒരു ചർച്ച? എന്റെ കാര്യം വല്ലതും ആണോ? ഇവൻ ഈ പറയുന്നത് സത്യമാണോ? ഏട്ടനിപ്പോ അവരുടെ ആളായോ? എന്തിനാ ചിരിക്കുന്നത്? കിരണോടും ദുർഗയോടും അമ്മാവൻ ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ. എന്റെ പൃഥ്വി, നീ ഇത്രയ്ക്ക് പൊട്ടനായി പോയല്ലോ. ഇങ്ങനെയാണോ നീ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്?